നമസ്കാരം. ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട 9 വർഷക്കാലത്തെ കഠിന പരിശ്രമത്തിലൂടെ യോഗയിൽ മികച്ച അംഗീകാരം നേടിയിരിക്കുകയാണ് എരുമേലി സ്വദേശിനിയായ രേവതി രാജേഷ്. രേവതിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വെൺകുറിഞ്ഞി SNDP HSSൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കായിക അധ്യാപിക S. റെജിയാണ് യോഗ പരിശീലനത്തിലേക്ക് രേവതിയെ കൈപിടിച്ചു കൊണ്ടുവന്നത്. തുടർച്ചയായ പരിശീലനത്തിലൂടെ രേവതി യോഗ പരിശീലന രംഗത്ത് മികച്ച പ്രതിഭയാകാൻ അധികം നാൾ വേണ്ടി വന്നില്ല. പരിശീലനം ആരംഭിച്ച് 2ാം വർഷം 2019 12-14 വയസ്സ് കാറ്റഗറിയിൽ ദേശീയ യോഗ ഒളിമ്പ്യാഡ് മത്സരത്തിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ നേടിയത് ജീവിതത്തിന്റെ വഴിത്തിരിവായി. 8 തവണയാണ് ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. 2022 ഡൽഹിയിൽ നടന്ന ദേശീയ യോഗ ഒളിമ്പ്യാഡിൽ സ്വർണ്ണ നേട്ടവും കൈവരിച്ചു. പഠിച്ചത് പത്തനംതിട്ട ജില്ലയിലെ വെൺകുറിഞ്ഞി സ്കൂളിൽ ആയതിനാൽ പത്തനംതിട്ട യോഗ അസോസിയേഷനിലാണ് രേവതി തുടർന്നത്. യോഗ അസോസിയേഷൻ മത്സരങ്ങളിലാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഞാനിപ്പം 9 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. 5ാം ക്ലാസ് തൊട്ടാണ് യോഗ പരിശീലിച്ചു തുടങ്ങിയത്. ഞാൻ പഠിച്ച സ്കൂളിലെ SNDP HSS വെൺകുറിഞ്ഞിയിലെ കായിക അധ്യാപികയായ റെജി ടീച്ചറാണ് എന്നെ യോഗയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ടീച്ചർ ചെയ്യിപ്പിച്ച് മത്സരത്തിനൊക്കെ ഇറങ്ങി. ആദ്യം മത്സരത്തിൽ നിന്ന് ഇറങ്ങുമ്പം പ്രൈസൊന്നും കിട്ടത്തില്ലായിരുന്നു. എങ്ങനെ മത്സരിക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഓരോ മത്സരത്തിന് പോയി മത്സരമൊക്കെ കണ്ട് ഓരോരുത്തരും മത്സരിക്കുന്നത് കണ്ട് പിന്നെ പഠിച്ച് പിന്നീട് മത്സരത്തിന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പ്രൈസൊക്കെ കിട്ടാൻ തുടങ്ങി. ഇപ്പം 8 തവണ ഞാൻ നാഷണൽസ് പോയി. അതിൽ 2 തവണ പ്രൈസ് വന്നു. ഒരു നാഷണൽ ഗോൾഡും നാഷണൽ ബ്രൗൺസും വന്നു. പിന്നെ ഈ വർഷം ഞാൻ ഇന്റർ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്തു. അത് ഒഡീഷയിൽ വെച്ചായിരുന്നു. അതുപോലെ തന്നെ യോഗ അസോസിയേഷൻ്റെ നാഷണൽ പങ്കെടുത്തായിരുന്നു. അത് കേരളത്തിൽ വെച്ചായിരുന്നു. അതിൽ റിതമിക്കൽ 4th ആസനാസി 5th കിട്ടി. പിന്നെ ഇപ്പം കോളേജിൽ ചെറുതായിട്ട് യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 2 മിസ്സുമാരും കുറച്ച് പിള്ളേരും ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാർ യോഗയിലോട്ട് ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സും ജോലിയുടെ തിരക്കാണെങ്കിലും എല്ലാം സ്ട്രെസ്സൊക്കെ ആയിട്ട് യോഗയിലോട്ട് വന്നാൽ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാം. ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാം നല്ലൊരു ഗുണമാണ് യോഗയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും യോഗയിലോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് കോട്ടയത്തെ ഒരു ടൂറിസം വിശേഷം കാണാം. മറ്റൊന്നുമല്ല, കോട്ടയം താഴത്തങ്ങാടി കുമ്മനത്ത് ആരംഭിച്ച കയാക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ്. വൈകുന്നേരം പോയിരുന്ന് വർത്തമാനം പറയാനും ഒഴിവ് കിട്ടുന്ന സമയത്ത് മനസ്സിനൊരു സുഖം ലഭിക്കാനൊക്കെ നമുക്ക് ഈ കയാക്കിങ് നടത്താം. അപ്പം നമ്മൾ ഇനി നേരെ പോകുന്നത് ഈ കയാക്കിങ്ങിൻ്റെ വിശേഷങ്ങളിലേക്ക്. നാട്ടിൽ ടൂറിസത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ല ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലരിക്കലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളും ഒരുപാട് നാടുകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ആമ്പൽ വസന്തം കാണാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടൂറിസത്തിന് വീണ്ടും ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മുടെ കോട്ടയം താഴത്തങ്ങാടി കുമ്മനത്ത് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു ചെറിയ എന്താ പറയുക, നമ്മുടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആൾക്കാർക്ക് വിശ്രമിക്കാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ആനന്ദത്തിനും ഒക്കെ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കയാക്കിംഗ് ആണ്. നമ്മുടെ താഴ്ത്തങ്ങാടിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കയാക്കിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കയറണം, എൻ്റെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മുടെ കോട്ടയത്തേക്ക് വരുന്നവരാണെങ്കിൽ, നമ്മുടെ താഴ്ത്തങ്ങാടിയിലേക്ക് വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോട്ടയം താഴ്ത്തങ്ങാടി കുമ്മനം ഭാഗത്തെ നമ്മുടെ റിയൽ പത്രികയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ കയാക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും ഈ കയാക്കിംഗ് നടത്താം. അപ്പോൾ എന്തായാലും കയാക്കിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ ചെയ്തു വരാം. ബാ. അപ്പോൾ ഈ കുമ്മനത്ത് നമ്മുടെ താഴ്ത്തങ്ങാടിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നത്. നമ്മുടെ ടൂറിസത്തിനൊക്കെ ഒരുപാട് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഈ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ്? ഞങ്ങൾ കൂട്ടുകാരന്മാരുമായിട്ട് ചുമ്മാ കമ്പനി അടിച്ച് ചുമ്മാ ഒരു വൈബ് അടിക്കാനായിട്ട് ചുമ്മാ സാധ്യത തുടങ്ങിയതാണ്. ഞങ്ങള് പാർട്ണർഷിപ്പ് അങ്ങനത്തെ സ്കീമിൽ ചുമ്മാ കമ്പനി അടിക്കാനായിട്ട് ചെയ്തത്, പൈസക്ക് വേണ്ടിയിട്ടല്ല. ചുമ്മാ പുറത്തുനിന്ന് ആള് വരും, ഇവിടെ ഓണാകത്തില്ലേ, അതിനുവേണ്ടി ചുമ്മാ നൈസായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിപ്പോ നമ്മുടെ ഈ ഒരു താഴ്ത്തങ്ങാടി കുമ്മനം ഭാഗമൊക്കെ ഒരു ടൂറിസത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ബേസിലാണ് നിങ്ങൾ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇറക്കിയത്. പിന്നെ ഇപ്പോ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ എത്ര പേര് ചേർന്നിട്ടാണ് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങള് 4 പേര്. ഈ സ്ഥലത്തിലുള്ള ആൾക്കാർ തന്നെയാണ്, കുമ്മനം സ്വദേശികൾ. ഞങ്ങൾ ഇതുകൊണ്ടല്ല ഇതാക്കുന്നത്, ചുമ്മാ ഒരു രസമല്ലേ. ഇവിടെ ഉള്ള ഞങ്ങളുടെ കമ്പനിക്കാരെല്ലാരും ഇവിടെ ഓണാവും. ഇപ്പൊ ഒരു അവധി വന്നാൽ എല്ലാരും ഇവിടെ കൂടും. അങ്ങനെ ഇതുപോലെ ചായ കുടിക്കാനൊക്കെ ഇപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വന്നേ, അങ്ങനെ ചുമ്മാ പോകാനായിട്ട് ചായ കുടിക്കാനായിട്ട് കയാക്കിങ്ങിന്റെ ബോട്ടിൽ കയറിയിട്ട് പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വരും. അപ്പൊ ഈ പബ്ലിക്കിന് ഇത് കൊടുക്കാറില്ലേ? പബ്ലിസിറ്റി ഉണ്ട്. കയാക്ക് ബൈ OAG, അതാണ് ഇതിന്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട്, അങ്ങനെ അത് കണ്ടിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കോളേജില് CMS കോളേജിൽ നിന്ന് കുറെ ഇത് വരുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും 2 ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പൊ ഇങ്ങനെ കോളേജ് പിള്ളേരും അതുപോലെ തന്നെ ഈ വൈബ് അടിച്ച് വരാനുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ വെള്ളത്തിലുള്ള, അതായത് ബോട്ടിങ് കയാക്കിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ, നമ്മൾ അതൊക്കെ കുറെ പാലിക്കണം. എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ? ഞങ്ങള് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതില്ലാതെ പിന്നെ കുട്ടികളെ ഞങ്ങൾ ഇറക്കുകയല്ല. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ചോദിക്കും നീന്തൽ അറിയാവോ. പിന്നെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് നീന്തൽ അറിയാവുന്നവരും. ഞങ്ങൾ ഇവിടെ നിൽക്കും കരയില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഗൈഡ് ഉണ്ട്. ആരാണ് ഗൈഡ്? ആരാണ്? സയ്യാഫ് അനിയനാണ്. അപ്പൊ അദ്ദേഹം ഇത് പഠിച്ചിട്ടുണ്ടോ? അവൻ പഠിച്ചെന്ന് പറഞ്ഞാൽ നല്ലപോലെ നീന്താൻ അറിയാം. അങ്ങനെ ഞങ്ങളിത് അറിയാൻ മേലാത്ത പുറത്തുനിന്ന് വരുന്നതായിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കല്ല. ഞങ്ങൾ ഇവിടെ ഉള്ളവര്, പിന്നെ ഇപ്പൊ കോളേജിൽ നിന്ന് വരുന്നവര്, അങ്ങനെ കമ്പനി അടിച്ച് വരുന്നവര്, അറിയാവുന്നവര്, നീന്തൽ അറിയാവുന്ന തോന്നുമല്ലോ നമുക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ അങ്ങനെ വെളിയിൽ നിന്ന് അങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ഇതുകൊണ്ടല്ലല്ലോ ഞങ്ങൾ കഴിയുന്നത്. ചുമ്മാ ഒരു രസത്തിന് എല്ലാരും സ്റ്റോറി ഇടാനും ഒരു വൈബല്ലേ, അങ്ങനെ ഒരു വൈബ് അടിച്ച് സ്റ്റോറി ഒക്കെ ഇടാനും കുറച്ചേറെ സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയ. അങ്ങനെ ഉദ്ദേശിച്ചു. ഇനിയിപ്പോ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്ലാനുകളൊക്കെ? ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സ്പീഡ് ബോട്ട് എടുത്താൽ കൊള്ളാന്നുണ്ട്. അതിനുള്ള നോട്ടത്തിലാണ്. അപ്പൊ ഇത് തുടക്കമാണ് ഇതിന്റെ? ഇത് തുടക്കമാണ്. സ്പീഡ് ബോട്ട് ഉടനെ തന്നെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ വരുന്ന ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെ? ഈ കയാക്കിംഗ് നടത്തിയിട്ട് വരുന്ന ആളുകളുടെ പ്രതികരണം? എല്ലാരും ഭയങ്കര പോസിറ്റീവാ, എല്ലാവർക്കും ഭയങ്കര താല്പര്യം. എല്ലാരും ഇവിടെ ഉള്ള ഇത്താമാര് എല്ലാരും കേറുന്നുണ്ട്. അപ്പൊ എല്ലാരും വന്നിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ബോട്ടൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ വരുത്തിച്ചത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? എറണാകുളത്ത് ഇങ്ങോട്ട് എത്തിക്കുമായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു താഴ്ത്തങ്ങാടി കുമ്മനം ഭാഗത്ത് ആദ്യമായിട്ടല്ലേ? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളം, പിന്നെ വള്ളംകളി വെക്കുമ്പോൾ ഇടയ്ക്ക് എന്നെ ബോട്ട് വരുന്ന ആ ഒരു ഇതേ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവർക്കും ആദ്യം ഒരു കൗതുകമായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ട്. ഇങ്ങനത്തെ സംഭവം ഇവിടെ ആരും അങ്ങനെ കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് എവിടെ പോയാലും എല്ലാവരും ഇങ്ങനെ നോക്കും. അങ്ങനത്തെ ഒരു സ്കീമായിരുന്നു ആദ്യം. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇറക്കി പിന്നെ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, വെളിയിൽ നിന്നും ആൾക്കാർ വന്ന് ഇപ്പൊ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ ഇതില്ല വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇനിയിപ്പം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കും. അറിഞ്ഞു കേട്ട് വരുന്ന ആൾക്കാർ. ഇന്നലെ നല്ല ഇതുണ്ടായിരുന്നു, ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്? കോമ്പറ്റീഷൻ ഒന്നും ഇല്ല, ഇങ്ങനെ തന്നെ പിന്നെ വരും. അങ്ങനെയാണ് അപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ താഴ്ത്തങ്ങാടി കുമ്മനം ഭാഗത്തിലെ ആൾക്കാർക്ക് യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് പ്രധാനമായിട്ട് ഈ കയാക്കിംഗ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു ചെറുതായിട്ടൊക്കെ വൈബ് അടിക്കാനായിട്ടൊക്കെ നമ്മുടെ ആൾക്കാർ ഫുൾ സപ്പോർട്ടാണ് അല്ലേ? അപ്പൊ എനിക്ക് ഇതിന്റെ അകത്തൊന്ന് കേറണം എന്നുണ്ടോ? നീന്തൽ അറിയില്ല, താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഗൈഡ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്തായാലും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കയാക്കിംഗ് നടത്തിയിട്ട് വരാം. ഓക്കെ.
അപ്പോൾ അതെ, ഞാനൊരു കയാക്കിംഗ് യാത്രയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ കയാക്കിംഗ് നടത്തുന്നത്. അപ്പം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, പക്ഷേ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ആൾക്കാരെല്ലാം ചുറ്റിനും ഉണ്ട്. അവരും ബോട്ടുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ താഴ്ത്തങ്ങാടിയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മീനച്ചിലാറ്റിലൂടെ ചെറിയൊരു താഴ്ത്തങ്ങാടി നമ്മുടെ പൈതൃക മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തൂടെയൊക്കെ ഒരു കയാക്കിംഗ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ചില്ല് വൈബ് ചെയ്യാനായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വൈബ് അടിച്ച് കയാക്കിംഗ് യാത്രയൊക്കെ നടത്തി വേണമെങ്കിൽ അപ്പുറം പോയിട്ടൊരു ചായയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ നല്ലൊരു എന്താ പറയുക, ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയൊരു ത്രില്ലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ക്യാമറാമാനും ഇതുപോലെ തന്നെ ഒരു കയാക്കിംഗ് ബോട്ടിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ വിഷ്വലൊക്കെ എടുക്കുന്നത്. വളരെ രസമാണ്, വളരെ ഭംഗിയുള്ളതാണ്. നമ്മൾ വള്ളംകളി മാത്രമാണ് ഇങ്ങനെ ഇരുന്ന് കരക്കിരുന്ന് ആസ്വദിക്കും, ഈ വള്ളത്തേക്കൂടെ പോകുന്നതും വള്ളങ്ങൾ നടത്തുന്നതൊക്കെ. പക്ഷെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ഈ ആറിലൂടെ ഈ ഒരു കയാക്കിംഗ് ബോട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ടവർക്കൊക്കെ വന്ന് ഇവിടെ നമ്മുടെ റിയൽ പത്രിയുടെ ഓപ്പോസിറ്റാണ് ഇവരുടെ കയാക്കിങ്ങിൻ്റെ നമ്പരും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഈ കയാക്കിങ് നടത്താവുന്നതാണ്. അവരെ കോൺടാക്ട് ചെയ്യുന്നത് 1 മണിക്കൂറിന് 250 രൂപയാണ് ഇവരുടെ ഫീസ് വരുന്നത്. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ടും നമുക്ക് കുട്ടികളെ ഒന്നും ഇതിനകത്ത് അലോഡ് അല്ല. പക്ഷെ മുതിർന്ന ആൾക്കാർക്ക് എത്ര സമയം വേണേലും, എത്ര സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 250 രൂപ ചിലവിട്ടുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഈ മീനച്ചിലാറിൽ, അതായത് നമ്മുടെ താഴ്ത്തങ്ങാടിയിലൂടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കയാക്കിംഗ് യാത്ര നടത്താം. അപ്പോൾ എന്തായാലും ഞാൻ കഥ പറഞ്ഞ് നിൽക്കുന്നില്ല. ഇത് ആസ്വദിക്കേണ്ടവർക്കാണെങ്കിൽ നമ്മുടെ നേരെ താഴ്ത്തങ്ങാടിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കയാക്കിംഗ് യാത്രയായിരുന്നു ഞാൻ ഇത്രയും നേരം നടത്തിയത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത്. നമുക്ക് അവധി സമയങ്ങൾ, ഒഴിവ് സമയങ്ങളൊക്കെ നമുക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാനായിട്ടാണെങ്കിൽ നേരെ നമ്മുടെ താഴ്ത്തങ്ങാടിയിലേക്ക് പോന്നാൽ മതി. ഇവിടെ നമ്മുടെ ആൾക്കാരുണ്ടാവും, കയാക്കിങ്ങിൻ്റെ ആൾക്കാർ ഫുൾ ടൈം ഉണ്ടാവും. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർ ഓടിയെത്തും. അപ്പം ഒന്നുകൂടെ പറയുന്നതിൻ്റെ റേറ്റ്, നമുക്ക് 1 മണിക്കൂറിന് 250 രൂപയാണ് ഒരാൾക്ക് പേയ്മെൻറ്റ് വരുന്നത്. ആ 250 രൂപ ശരിക്കും നമുക്ക് വേർത്താണ്. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. കയാക്ക് ബൈ OIG എന്നാണ് ഇവരുടെ ഇൻസ്റ്റാ പേജ്. അതിൽ പ്രീ ബുക്ക് ചെയ്യേണ്ടവർക്കാണെങ്കിൽ പ്രീ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവർക്കും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കയാക്കിങ്. ക്യാമറാമാൻ അഭിലാഷിനൊപ്പം അജ്മീർ ഷംസ്, ദൃശ്യ ന്യൂസ്. റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ നടന്നു നീങ്ങി ഒരു മനോഹര വെള്ളച്ചാട്ടം കണ്ടാലോ? പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂരിലുള്ള പാമ്പനാൽ വെള്ളച്ചാട്ടം. അതിമനോഹരമാണ് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കാണാൻ ദിനംപ്രതി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നമുക്ക് കാണാം പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് ആ മനോഹര പാമ്പനാൽ വെള്ളച്ചാട്ടം. പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂർ സ്കൂളിന് എതിർവശമുള്ള റോഡിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. അവിടെയെല്ലാം ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏകദേശം ഒരു 30 അടിക്ക് മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഇവിടേക്ക് പതിക്കുന്നത്. നല്ല സുരക്ഷിതമായ സ്ഥലം തന്നെയാണ്. വലിയ അപകടകരമായിട്ടുള്ള ഇതൊന്നുമില്ല. പാറക്കല്ലും കാര്യങ്ങളുമൊക്കെയാണ്. പിന്നീട് നമ്മൾ വരുന്നൊരു വനത്തിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടിയാണ്. ആ തോട്ടത്തിൽ കൂടെ ഇങ്ങോട്ട് കുറച്ച് ദൂരം കാൽനടയായിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഇവിടെയില്ല. വേണ്ട മര്യാദകളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായി വന്ന് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും.
കാടിനു നടുവിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. പാലായ്ക്കടുത്ത് കടനാട് പഞ്ചായത്തിലെ പാമ്പനാൽ വെള്ളച്ചാട്ടം കാണാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി എത്തുന്നത്. തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാൽ ഒരു കാടിൽ എത്തിയ അനുഭവമാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത്. പാമ്പനാൽ വെള്ളച്ചാട്ടത്തിൽ അപകടങ്ങളില്ലാതെ ഇറങ്ങാനും കുളിക്കുവാനും സാധിക്കും. മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഫോട്ടോഷൂട്ടിനും അനുയോജ്യം. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള പാമ്പനാൽ വെള്ളച്ചാട്ടത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനായിട്ട് ഇവിടുത്തെ പ്രദേശവാസിയായിട്ട് റോബിൻ ചാനാണ്. റോബിൻ ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഈ വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. ഇതൊരു ഫേമസ് ആയിട്ട് അധികം നാളായില്ലല്ലേ? ഇല്ല, കുറച്ച് നാളെയാണ്. ഇത് ശരിക്കും വഴി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂരിൽ നിന്ന് മണിയാക്കുംപാറ റൂട്ട് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം സഞ്ചരിക്കുക. ബോട്ടുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലാ തൊടുപുഴ റൂട്ടിൽ മാനത്തൂർ സ്കൂളുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ വഴി കിടക്കുന്നത്. അപ്പം വരുന്ന വഴിക്കെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിപ്പെടാൻ വേറെ ഡൗട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ചൊരു റബ്ബർ തോട്ടത്തിക്കടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നിട്ട് വേണം ഈ മനോഹര കാഴ്ചയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇപ്പം ധാരാളം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇട ദിവസങ്ങളിൽ ഒത്തിരി ആൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലേക്കായിട്ട് ചെറിയ ചെറിയ ചാട്ടങ്ങൾ വേറെയുണ്ട്. ഒരു 2-3 ചാട്ടം കൂടിയുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലേ? ആളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു നല്ലൊരു സർക്കാരിൻ്റെ പദ്ധതിയൊക്കെ വരുവാണെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു മുതൽക്കൂട്ടാവില്ലേ? സർക്കാരിൻ്റെ വികസനമൊക്കെ കണക്കാം. ഏതായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം കാണികൾക്ക് സമ്മാനിക്കുന്നത്. അപകടകരമായിട്ടുള്ള കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പായലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം തെന്നി വീഴാനുള്ള ഒരു സാധ്യത മാത്രമാണ് ഇവിടെയുള്ളത്. അപ്പം വരുന്ന ആൾക്കാർ ഇവിടുത്തെ ടൂറിസം മര്യാദകളൊക്കെ പാലിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെയായിരിക്കും ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. പാറക്കൂട്ടങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്ന ചെറുതോട് മികച്ച ഫ്രെയിമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. നട്ടുച്ചയ്ക്ക് പോലും പ്രദേശത്ത് നല്ല തണലും തണുപ്പുമാണ്. പാലാ തൊടുപുഴ റോഡിൽ മാനത്തൂർ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് മാനത്തൂർ മണിയാക്കുപാറ റോഡ് വഴി പോയാൽ പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലെത്താം. യാത്രക്കാരെ സഹായിക്കാനായി ദിശാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വെള്ളം പതിക്കുന്ന ഒരു അനുഭവമാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം കാണികൾക്ക് സമ്മാനിക്കുക. മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനാകും. നെൽസൺ മാതിർത്തിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.